പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSDയുടെ പ്രതിവാര വീഡിയോകളുടെ ഭാഗമായി എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് നടത്തിവരുന്ന വീഡിയോ സംവാദങ്ങളുടെ ഭാഗമായി ഇന്ന് രാത്രിയിലും ഒരു പുതിയ വിഷയമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞങ്ങൾ കർത്താവിനെ അത്യധികമായി സ്തുതിക്കുന്നു. കേരളം വളരെ സമീപത്തിൽ 2 മാസങ്ങൾക്കപ്പുറം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണല്ലോ. ഈ പുതിയ അടുത്ത 5 വർഷത്തേക്ക് കേരളത്തെ ഭരിക്കാനുള്ള നിയമസഭാ സാമാജികരെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള ഇലക്ഷനിൽ പെന്തക്കോസ്റ്റൽ സമൂഹം അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത നിങ്ങൾ എല്ലാവരും മെയിൻ സ്ട്രീം മീഡിയകളിലൂടെ, മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിലൂടെ കേട്ട് കാണുമായിരിക്കുമല്ലോ. പെന്തക്കോസ്തുകാര് ഉപയോഗിക്കുന്ന ബൈബിളിലെ ഉള്ള ദൈവം ഏതാണ്, അല്ലെ ദൈവത്തെക്കുറിച്ച് അല്ല ഒരു വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം എന്താണ്, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് നാം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ്ട് 100 വർഷം പെന്തക്കോസ്റ്റൽ സഭ പിന്നിടുമ്പോൾ, ഏതാണ്ട് കേരളത്തിൽ ഒരു 75-80 വർഷങ്ങൾ പെന്തക്കോസ്റ്റൽ സഭകൾ പിന്നിടുമ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ജീർണിച്ച അവസ്ഥയിലായിട്ടുണ്ട് ഇന്നത്തെ പെന്തക്കോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. അടുത്ത കാലത്ത് ജെയ്സ് പാണ്ടനാടിന്റെ ഒരു വീഡിയോയിൽ പെന്തക്കോസ്റ്റുകാർക്ക് ഒരു ഉണർവ് ഇനി ഉണ്ടായില്ലെങ്കിൽ, ഒരു പുതിയ ഉണർവ് ഉണ്ടായില്ലെങ്കിൽ പെന്തക്കോസ്റ്റ് ആസകലം നശിച്ചു പോകുമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അത് ഇന്നത്തെ പെന്തക്കോസ്റ്റൽ സഭകളുടെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം 100% ശരിയാണ്. ഏതാണ്ട് മരിച്ച് നാളായ ലാസറിന്റെ അവസ്ഥയിലാണ് ഇന്നത്തെ പെന്തക്കോസ്റ്റൽ സമൂഹം, ആഗോള പെന്തക്കോസ്റ്റൽ സമൂഹം. കേരളത്തിലേത് കുറച്ചുകൂടി വഷളാണ് എന്ന് വേണ്ടി പറയേണ്ടി വരും. ആ സാഹചര്യത്തിൽ പെന്തക്കോസ്റ്റൽ സഭകൾ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും തങ്ങളെ ശക്തി തെളിയിക്കും എന്നും ഉള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ഇന്നത്തെ ഞങ്ങളുടെ ഈ പ്രസംഗത്തിന് ആധാരമായ വിഷയം അതായതുകൊണ്ട് ന്യൂസ് 24-ൽ വന്ന ഒരു വാർത്താ ക്ലിപ്പിംഗ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തതിനു ശേഷം ഈ പെന്തക്കോസ്റ്റൽ സഭകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാനലിസ്റ്റുകളായ ബ്രദർ വിൽസൺ, ബ്രദർ ഗീവറീസ്, പാസ്റ്റർ ജോയ് ജോസഫ് അവരുകളുമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചില ആശയ സംവാദം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്കൊരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടിട്ട് വിഷയത്തിലേക്ക് മടങ്ങി വരാം. നിർണായക ശക്തിയായിരിക്കുമെന്ന അവകാശവാദവുമായി പെന്തക്കോസ്ത് വിഭാഗം. നിയമസഭയിൽ പെന്തക്കോസ്ത് വിഭാഗത്തിന്റെ ശബ്ദമാകാൻ പ്രതിനിധികൾ ഉണ്ടാകണമെന്ന് പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞു. കുമ്പനാട് നടന്ന 102ാമത് IPC ജനറൽ കൺവെൻഷനിലായിരുന്നു ഈ പരാമർശം. പെന്തക്കോസ്ത് എന്ന വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ചിലർ നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. യെസ്, പ്രാർത്ഥിക്കണം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പലരും ഇങ്ങനെയൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചല്ലോ. അറിവുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇനിയുള്ള കാലത്ത് ജയം തീരുമാനിക്കുന്നത് പെന്തക്കോസ്തുകാരാണ്. നമുക്കിതൊന്നും അറിയില്ല. രാഷ്ട്രീയക്കാർ ഇതിന്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജോ, എന്താണ് അവകാശവാദം, എന്താണ് പറയുന്നത്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെന്തക്കോസ്ത് വിഭാഗം ഒരു നിർണായക ശക്തിയാകുമെന്നുള്ള ഒരു അവകാശവാദവുമായിട്ടാണ് ഇപ്പോൾ പെന്തക്കോസ്ത് വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. പത്തനംതിട്ട കുമ്പനാട് നടക്കുന്ന 102ാമത് IPC ജനറൽ കൺവെൻഷനിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരു പരാമർശം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തരത്തിലുള്ള സ്വാധീനം ഈ പറയുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിയമസഭയിൽ പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ ജനപ്രതിനിധിയായി ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നിയമസഭയിൽ പെന്തക്കോസ്ത് വിഭാഗത്തിന്റെ ശബ്ദമാകാൻ പ്രതിനിധികൾ ഉണ്ടാകണം എന്നുള്ള ഒരു ആഹ്വാനം കൂടി നടത്തുന്നുണ്ട്. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇനി ജയം തീരുമാനിക്കുന്നത് പെന്തക്കോസ്തുകാരാണെന്ന് അറിവുള്ള രാഷ്ട്രീയ പറയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി വേണ്ടിയിട്ട് പാസ്റ്റർ ബാബു ചെറിയാൻ പ്രസംഗിക്കുന്നുണ്ട്. ആറന്മുള, തിരുവല്ല, റാന്നി ഉൾപ്പെടെയുള്ള മധ്യ തിരുവിതാംകൂറിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും പെന്തക്കോസ്ത് വോട്ടുകൾ നിർണായകമാകും എന്നുള്ള ഒരു അവകാശവാദമാണ് പെന്തക്കോസ്ത് വിഭാഗം ഇപ്പോൾ ഉന്നയിക്കുന്നത്.
കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു വീഡിയോ ഞാൻ കണ്ടതിൽ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് 35 മുതൽ 37 സീറ്റുകളിൽ പെന്തക്കോസ്തൽ സഭകൾക്ക് കേരളത്തിൽ നിർണായകമായ വോട്ട് ബാങ്ക് ഉണ്ട്, ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളൊരു വീഡിയോ കൂടി ഞാൻ കണ്ടിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന ആ വീഡിയോ പ്ലേ ചെയ്യുന്നതായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമന്റുകളുടെ അടിസ്ഥാനത്തിൽ മറ്റേ ഇതര വീഡിയോകൾ കൂടി നമുക്ക് എടുത്തിട്ട് പെന്തക്കോസ്തൽ സഭകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് ഉള്ള ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ഇന്ന് ഈ ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരു കാലത്ത് പെന്തക്കോസ്തൽ സഭകൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നാണ് പഠിപ്പിച്ചിരുന്നത്. ഇവിടെ ബൈബിൾ പറയുന്നത് നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കരുത്, അങ്ങനെയുള്ളവരിൽ പിതാവിന്റെ സ്നേഹമില്ല എന്ന് പറയുന്നു. റോമാലേഖനം 12:2 പറയാണ്, നിങ്ങളെ ശരീരങ്ങളെ സജീവവും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയവുമായി ബുദ്ധിയുള്ള ആരാധനയായി സമർപ്പിപ്പിൻ എന്നാ പറയുന്നത്. ഈ വചനങ്ങളെല്ലാം കൈകളിൽ ഏന്തി ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരും അവരുടെ കീഴിലുള്ള ജനങ്ങളും എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈ ജനതയെ എവിടേക്കാണ് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു വസ്തുതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ 4-5 തലമുറകളിലേക്ക് ഇന്നത്തെ പെന്തക്കോസ്തൽ വിഭാഗം വന്നപ്പോൾ പെന്തക്കോസ്തൽ മൂല്യങ്ങളോ അല്ലെങ്കിൽ ബൈബിൾ പെന്തക്കോസ്തൽ പിതാക്കന്മാർ, കേരള പെന്തക്കോസ്തൽ പിതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോ വിശ്വാസമോ സഹനമോ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രത്യാശയോ ഒന്നും ഈ 4-5 തലമുറകളിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ അവരുടെ ജീവിത രീതികളും ജീവിത ശൈലികളും കണ്ടാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഒരു കാലത്ത് പൂർണ്ണമായും പാർശ്വവൽക്കരിക്കപ്പെട്ട് തമസ്കരിക്കപ്പെട്ട് സമൂഹത്തിന് മുഖ്യധാരയിൽ ഉള്ളവർ ഒട്ടും അടുപ്പിക്കാതെ ഒരുപക്ഷെ ഭക്ഷണം കൊടുക്കുന്നത് പോലും നിലത്ത് കുഴി കുത്തി ഇലയിട്ട് അതിൽ ആഹാരം കൊടുത്തിരുന്ന, വെള്ളം കൊടുത്തിരുന്ന പണിക്കാര് ജോലികൾ ചെയ്തു എന്ന് വരുന്നൊരു പെന്തക്കോസ്തൽ പിതാക്കന്മാരുടെ സമൂഹം കേരളത്തിലുണ്ട്. അവരോട് ഇന്നത്തെ പെന്തക്കോസ്തൽ സഭ എന്ത് പറയും? അവർ സ്വീകരിച്ച അവർ ഏറ്റുവാങ്ങിയ കഷ്ടതയും അവര് ഒരു സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നിന്ദയും അപമാനവും സഹിച്ചതും ഒക്കെ വെറുതെ ആയി പോയോ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ബൈബിൾ മുന്നോട്ട് വെക്കുന്ന വചനത്തിന്റെ പ്രത്യാശയെ കുറിച്ച് പറയുമ്പോൾ ആ വചനത്തിൽ പറയുന്നത് ഈ ലോകത്തിലുള്ളതൊന്നും സമ്പാദിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയോ അല്ല നമുക്കൊരു പുത്രത്വത്തിന്റെ ആത്മാവിനെ ഒരു വീണ്ടും ജനനത്തിന്റെ പ്രക്രിയയിലൂടെ നമുക്ക് ലഭിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി പാപസംബന്ധമായി ഈ ലോകത്തിന് മരിച്ചുവെന്നും നീതി നിവസിക്കുന്ന ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി അവൻ ഉയരത്തിലെ ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ പുതു സൃഷ്ടിയാക്കപ്പെട്ടിരിക്കുന്നുവെന്നും പറയുന്ന ബൈബിൾ കൈവശം വെച്ചുകൊണ്ട് ഇന്ന് ഈ ഏതാണ്ട് പൂർണ്ണമായും അധപ്പതിച്ച ജീർണിച്ച ഒരു പൊളിറ്റിക്കൽ സിനോറിയോയിൽ നമ്മൾ വന്നു നിൽക്കുകയാണ്. അധർമ്മവും അനീതിയും സ്വജനപക്ഷപാതവും എല്ലാ തരത്തിലുള്ള വഞ്ചനയും എന്തിനധികം മയക്കുമരുന്ന്, മദ്യം തുടങ്ങി യുവതലമുറയെ നശിപ്പിക്കുന്നതിന് മുഴുവനും കോൺട്രാക്ടേഴ്സായി ഇന്നത്തെ ഭരണകൂടവും അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നിൽക്കുകയും അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും എടുക്കുവാൻ ഇന്നത്തെ പോലീസിനോ മറ്റ് നിയമ സംവിധാനങ്ങൾക്കോ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വർഗീയ ദർശനങ്ങൾ പൂർണ്ണമായും അസ്തമിച്ച് ഇരുട്ടിലാകപ്പെട്ടിരിക്കുന്ന ഒരു ആത്മീയ സമൂഹമായി ഇന്നത്തെ പെന്തക്കോസ്തുകാർ അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം ഈ വീഡിയോയിൽ വളരെ മുതിർന്ന പാസ്റ്റർമാര് ഇത്തരത്തിൽ സംഭാഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം വളരെ ഗൗരവത്തോടെ, വളരെ ആർജവത്തോടെ, അഭിമാന ബോധത്തോടെയാണ് പറയുന്നത്, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ പെന്തക്കോസ്തുകാർ അവരുടെ ശക്തി തെളിയിച്ചു അത്രേ. ശരിയാണ്, പെന്തക്കോസ്തുകാരുടെ ഏതാണ്ട് 10, 50, 60, ഒരു പക്ഷേ എന്റെ കണക്ക് ശരിയാണെന്ന് അറിയില്ല, അത്രയധികം ആളുകള് പഞ്ചായത്ത് തലം മുതൽ മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ വരെയും കോർപ്പറേഷൻ തലങ്ങളിൽ വരെയും ജയിച്ചു വന്നിട്ടുണ്ട്. അവർ എന്ത് വിശ്വാസത്തിന്റെ പ്രതിനിധികളായിട്ടാണ് അവര് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്?
അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അവർ അഭിമുഖീകരിച്ചപ്പോൾ അവരുടെ വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലുണ്ടായ ആത്മബോധം എന്താണ് എന്നുള്ളതൊക്കെ അവർ തന്നെ ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യട്ടെ. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരെങ്കിലും കാണുകയോ അല്ലെങ്കിൽ ഇന്ന് ഈ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പെന്തക്കോസ്റ്റൽ സഭകൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഊറ്റം കൊള്ളുന്നവരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പെന്തക്കോസ്റ്റൽ സഭകൾ അധപ്പതിച്ചു എന്നുള്ള കാര്യത്തിൽ ആശങ്കപ്പെടുന്നവരുമായ ഇരുവിഭാഗം പെന്തക്കോസ്റ്റൽ സഭക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന ദിവസം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്ന ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരണം. നിങ്ങൾ ആ പഴയ വിശ്വാസത്തിലേക്കും ആ ദൈവത്തിലുള്ള പ്രത്യാശയിലേക്കും വരുവാനുള്ള ലോകത്തെ സംബന്ധിച്ചുള്ള പിതാക്കന്മാർ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ട് പോയ പാതയെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനത്തിന് നിങ്ങൾ തയ്യാറാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിന്റെ സമഗ്രമായ ഒരു വിശകലനത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ആശങ്ക ഞാൻ പങ്കുവെക്കുന്നത് ബ്രദർ വിൽസൺ ബെഞ്ചമിനോടാണ്. ഇപ്പോ ഞാൻ ഒരു തുടക്കത്തിൽ വിൽസൺ ബ്രദർ സൂചിപ്പിച്ചതുപോലെ പെന്തക്കോസ്റ്റൽ സഭകൾ അവരുടെ ദൈവത്തെ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചോ അവർ ബൈബിളിൽ കണ്ടെത്തിയ വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ചോ അവർക്ക് ലഭിച്ച രക്ഷയെ സംബന്ധിച്ചോ ഇനിയും അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടില്ല. അവർ ഏത് ദൈവത്തെയാണ് സേവിക്കുന്നത്? അവർ സേവിക്കുന്നത് ഏകനായി നിൽക്കുന്നതും ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നതുമായ താൻ മാത്രം അമർത്യനെന്നും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമെന്നും ബൈബിൾ ഉടനീളം പ്രസ്താവിക്കുന്ന ഏക സത്യ ദൈവത്തിലാണോ അവർ വിശ്വസിക്കുന്നത്? അതോ തരാതരം പോലെ വിശ്വാസ പ്രമാണങ്ങൾ മാറ്റുന്ന തരത്തിലേക്ക് അവരുടെ വിശ്വാസം ജീർണിച്ചു പോയിട്ടുണ്ടോ? ഇതിനെ ബൈബിൾ അടിസ്ഥാനത്തിൽ ഒരു വിചിന്തനത്തിന് വേണ്ടി ഞാൻ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി ബ്രദർ വിൽസൺ ബെഞ്ചമിനെ ചുമതലപ്പെടുത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന് മാനവും മഹത്വവും ഈ സമയത്ത് കരയറ്റുന്നു. നല്ലൊരു ചോദ്യമാണ്. നമ്മളിവിടെ ചെയ്യുന്ന ഒരു വിഷയം സ്വർഗരാജ്യവും ദൈവരാജ്യവും. നമ്മൾ ഈ ഒരു ചിന്തയിലേക്ക് കടന്നു പോകുമ്പോൾ സ്വർഗരാജ്യം എന്താകുന്നു എന്നുള്ള കാര്യം നമ്മുടെ മറ്റു ബ്രദേഴ്സ് കൂടുതൽ അതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നത് കൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇവിടെ സംസാരിക്കുന്നില്ല. പക്ഷേ ഏത് രാജ്യമായാലും ആ രാജ്യത്തിന് ഒരു രാജാവുണ്ട്. ആ രാജ്യം ഭരിക്കപ്പെടുന്നത് ആ രാജാവിൽ കൂടെയാണ്. ആ രാജ്യത്തിലെ സകല വലിയ തീരുമാനങ്ങളും എല്ലാ തീരുമാനങ്ങളെയും മുദ്ര വെക്കുന്നത് ആ രാജാവായിരിക്കും. ആ രാജാവിനെ ഒരു ആരാധന മൂർത്തിയായിട്ട് കാണുന്നവരാണ് ആ രാജ്യത്തിൽ ജീവിക്കുന്നവര്. നമുക്കറിയാം, ഇവിടെ ഒരു രാജാവായിട്ടാണ് ഇന്ന് മോദിയെ കാണുന്നത്. ഇന്ന് മോദിയെ ഒരു ദേവന്റെ പോലെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ജനത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്രായേലിന് അങ്ങനെ കിട്ടിയിരിക്കുന്ന പ്രമാണം ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇസ്രായേൽ തുടങ്ങിയപ്പോൾ അവർക്കുള്ള പ്രമാണം അവരുടെ രാജാവ് അവരുടെ സൃഷ്ടിതാവായ ദൈവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു, ഇസ്രായേൽ ആദ്യം കനാനിലേക്ക് പ്രവേശിച്ച് അവിടുത്തെ ഭരണകൂടം ഒരു പ്രവാചകന്റെ മുഖാന്തരം ദൈവം നടത്തുകയായിരുന്നു എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു. ശമൂവേൽ പ്രവാചകൻ വരെ ആ ഒരു ജഡ്ജസിന്റെ പരമ്പര അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത് യഹോവ എന്നേക്കും രാജാവാകുന്നു എന്നുള്ള കാര്യമാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നേക്കും രാജാവായിരിക്കുന്നവൻ അവൻ കർത്താതി കർത്താവാണ്, രാജാതി രാജാവാണ് എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലന്മാര് അത് തന്നെ ഏറ്റുപറയുന്നു. അപ്പോൾ ഞാൻ ഈയിടെയായിട്ടൊരു വേറൊരു വീഡിയോ ഈ പാസ്റ്റർ ബാബു ചെറിയാന്റെ കാണാനിടയായി. എനിക്ക് തോന്നുന്നത് പലരും അത് കണ്ടു കാണുമായിരിക്കും. ഹാർവെസ്റ്റ് ടിവിയിലൊക്കെ വന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ദൈവം ആരാകുന്നു എന്നുള്ള ആ വിഷയത്തെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത്, ദൈവം എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവമായിരിക്കണം, സകലത്തിൻ്റെയും മേലുള്ള അധികാരമുള്ള ദൈവമായിരിക്കണം എന്ന് പറയുന്നു.
അവൻ തന്നെയാണ് സകലത്തിന്റെയും സൃഷ്ടിതാവായിരിക്കുന്നവൻ എന്ന് പറയുന്നു. അപ്പോൾ ബൈബിൾ നമ്മളെ കാണിച്ചു തരുന്ന ഒരു രാജ്യം, ഒരു ഇസ്രായേൽ എന്ന രാജ്യത്തെ പറ്റിയുള്ള സങ്കല്പത്തെ പറ്റി കാണിച്ചു തരുമ്പോൾ ആ രാജ്യത്തിന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവം തന്നെയാണ് ആ രാജ്യത്തിന്റെ രാജാതി രാജാവ്. അങ്ങനെ ആയിരിക്കുമ്പോൾ അവൻ തന്നെയാണ് കർത്താവ്. കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നു, നമുക്ക് വേണ്ടി തീരുമാനം, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളുടെ മേളിൽ അധികാരം ചെയ്യുന്നവൻ കർത്താവ്, നമ്മുടെ മേളിൽ കർത്താവാകുന്നു എന്ന് ഉള്ള കാര്യം പറയുന്നു. അടിസ്ഥാന പ്രമാണം പഴയ നിയമമായാലും പുതിയ നിയമമായാലും നമ്മൾ കാണുന്നു, നിന്റെ ദൈവമായ കർത്താവ്, പഴയ നിയമത്തിൽ നിന്റെ ദൈവമായ യഹോവ ഏകൻ എന്ന് പറയുന്നു. പുതിയ നിയമത്തിൽ അതേ പ്രമാണത്തെ പറ്റി പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് ഏകൻ എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദൈവം തന്നെയാണ് കർത്താവ് ഏകനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നു, ഈ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട സർവശക്തനായ ദൈവം നമ്മൾ കാണുന്നു. റെവലേഷൻസ് 1 എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്നു, സർവശക്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ സർവശക്തനായ ദൈവം, സകലത്തിന്റെയും സൃഷ്ടിതാവായ ദൈവം, ദൈവമായിരുന്നു. വചനത്താലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് ഒന്നും അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടില്ല എന്ന് പറയുന്നു. അവൻ ദൈവമാണെന്ന് പറയുന്നു. വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നു. യെശയ്യാവിൽ പറയുന്നു, ആ പുത്രൻ തന്നെയാണ് മൈറ്റി ഗോഡ്. ഇപ്പോൾ അവിടെ തന്നെ അദ്ദേഹം ഒരു ജനസിസ് നിന്ന് ഒരു വാക്യം വായിച്ചിട്ടു. അതിനകത്ത് പറയുന്നു, അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടതിൽ പറയുന്നു, ഐ ആം ദ മൈറ്റി ഗോഡ് എന്ന് പറയുന്നു. അപ്പൊ മൈറ്റി ഗോഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓൾമൈറ്റി ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവമാണ് രാജാവ്. ആ രാജാവ് തന്നെയാണ് കർത്താവ്. ആ കർത്താവായ കർത്താവ് തന്നെയാണ് ഈ രാജ്യത്തിന്റെ രാജാവായിരിക്കുന്നവൻ. പെന്തിക്കോസ്തുകാര് ഇപ്പോഴും കൈക്കൊണ്ട ആ ഒരു സുവിശേഷത്തിൽ യേശു ക്രിസ്തു കർത്താവെന്ന് പറയുന്നു എങ്കിലും, രാജാതി രാജാവെന്ന് പറയുന്നു എങ്കിലും, അവന്റെ മേളിൽ വേറൊരു കർത്താവുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് പിതാവായ ദൈവം എന്ന് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ള 1 കൊരിന്ത്യർ അതിൽ 6 വാക്യത്തിൽ പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവം തന്നെയാണ് കർത്താവ് എന്ന രീതിയിൽ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ രക്ഷിതാവായി കടന്നു വന്നതെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രമാണം ഭൂരിപക്ഷം പെന്തിക്കോസ്തുകാർ അവർക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കാത്തത് കൊണ്ട് അവരുടെ രാജാവ് ആരാകുന്നു എന്ന് അറിയുന്നില്ല. അവർക്ക് രാജാവ് ആരെന്ന് അറിയാത്തപ്പോൾ അവർക്ക് സ്വർഗരാജ്യത്തെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വെളിപ്പാടുകളില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവരിൽ നിന്നും ഇങ്ങനെ ഒരു അബദ്ധം വന്നത്. അത് നമ്മൾ കാണുന്നു. പൗരോഹിത്യ രാജ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ നിഖ്യയില് വീണുപോയത് എന്ന് നമ്മൾ കാണുന്നു. അന്ന് മുതലാണ് കൂടുതലും ഈ ത്രിയേക ദൈവത്തിലും തൃത്വത്തിലും ഒക്കെ അവർ വീണിട്ട് ആ രാജ്യത്തിന്റെ ആവശ്യത്തിന് അനുസൃതമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണം അവരുണ്ടാക്കിയതും അതിൽ കൂടെയാണ് അവർ തെറ്റിപ്പോയതും. ഇന്നും ആ തെറ്റിൽ അവരിൽ നിന്ന് വന്ന എല്ലാ സഭകളിലും അവർ ആദ്യം തുടങ്ങുമ്പോൾ ഇല്ല എങ്കിൽ പോലും പിന്നെ കടന്നു വരുന്നു എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാനുള്ളൂ. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് ആശയം. ഇന്ന് പെന്തക്കോസ്റ്റൽ സഭകൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ ജീർണതയെ സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാന പ്രശ്നം തന്നെ അവർ ആരാധിക്കുന്ന ദൈവത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ബോധം അവർക്കില്ലാത്തതാണ് എന്നുള്ളത്
ബ്രദർ വളരെ വ്യക്തമായിട്ട് ഈ മീറ്റിംഗിൽ ഈ ചോദ്യത്തിന് ഉത്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ പാസ്റ്റർ ജോയിലേക്ക് പോകുമ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം, ഒരു പുതുതായി ജനിക്കപ്പെട്ട ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം പുതിയ ജനനം പ്രാപിച്ച ഒരു വിശ്വാസിക്ക് പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയം അവരുടെ മാർഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിത വഴിയിൽ പ്രയോജനമുള്ള ഒരുപക്ഷെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് അവർക്ക് ജനസേവ ചെയ്യാനായിട്ട് രാഷ്ട്രീയം അവരെ അനുവദിക്കുമോ? അതിന് ഞാനൊരു ബൈബിൾ വാക്യം കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത് 2 കൊരിന്ത്യർ 6:13 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 14 മുതൽ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയെല്ലാപ്പണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അപ്പോ വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി എന്നുള്ള ചോദ്യം അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഒരു ഭരണക്രമത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിന്റെ പൊളിറ്റിക്കൽ ചിത്രത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ നിലവിലുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായും അധപ്പതിച്ച, ജീർണത ബാധിച്ച, അഴിമതിയും സ്വജനപക്ഷപാതവും സകലവിധ ദോഷങ്ങളും പ്രവർത്തിക്കാനും അവർ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടം തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനും അതിനെ മൂടിവെക്കാനും അതിൽ കുറ്റക്കാരായിട്ട് വരുന്നവരെ സംരക്ഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ നീതി നിവസിക്കുന്ന ഒരു ആകാശവും ഭൂമിയും കാത്തിരിക്കുന്ന ഒരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിക്ക്, പെന്തക്കോസ്തുകാരൻ എന്ന് നമുക്ക് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പെന്തക്കോസ് അതുപോലെ അധപ്പതിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് എന്നുള്ള ഒരു പദമാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തില് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? അപ്പൊ അതിന് ഉപോത്ബലകമായിട്ടുള്ള തിരുവെഴുത്തുകൾ കൂടി പാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് കോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം പാസ്റ്ററുടെ വിശദീകരണത്തിന് വിടുകയാണ്. കർത്താവിന് സ്തോത്രം. ചോദ്യത്തിനായി വളരെ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കേൾവിക്കാരായിരിക്കുന്ന JCNDSD ഈ ഗ്രൂപ്പിലെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെറ്റിദ്ധരിച്ച് പോകരുത്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. അനുയോജ്യമായിട്ടുള്ളൊരു ചോദ്യമാണ് കർത്താവിന്റെ ദാസൻ ജോസ് റൈസ് ഭാഷനിൽ നിന്ന് കേട്ടത്. ആദ്യം നമ്മൾ പ്രിയ വിൻസൻ ബ്രദറിനോട് കേട്ടു. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം ഈ രാജ്യം ഒരു ഭരണകർത്താവായി ഭരിക്കാൻ വേണ്ടിയുള്ള ഒരു കൊതി ഈ പെന്തക്കോസ്തുകാർക്ക് ഉടലെടുത്തതിന്റെ കാരണം അദ്ദേഹം അത് വിശദീകരിച്ചു. അതിന്റെ അടിസ്ഥാനം ബാബേലിലെ ആദ്യത്തെ രാജാവായിരുന്നു നിമ്രോദ്. ആ നിമ്രോദിൽ തുടങ്ങിയതാ. വരുവൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടിയിരുന്ന് ഒരു വലിയ ഗോപുരമൊക്കെ പണിത് അതിന്റെ മുകളിൽ കയറിയിരുന്ന് കാര്യങ്ങള് നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ള ഒരു തെറ്റായ പിശാചിന്റെ ആ പദ്ധതിയിൽ കുടുങ്ങിപ്പോയതാണ് ഇതിന്റെ എല്ലാം കാരണം. അതുകൊണ്ട് പ്രാരംഭത്തിൽ തന്നെ അത് ഇവിടെ സൂചിപ്പിച്ചു. ആ തൃത്വം എന്ന് പറയുന്ന ദുരുപദേശമാണ് ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാരിൽ അല്ലെ ഈ ബാബു പാസ്റ്ററിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ കാരണമായി തീർന്നത് എന്ന് വ്യക്തമാണ്. ഇതിവരുടെ ഈ തലമണ്ടയിൽ ഈ തൃത്വം എന്ന് പറയുന്ന ഈ പിശാചിന്റെ ആ ബാബേൽ ഗോപുരം പണിത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഒരു വലിയ പേരും ഉണ്ടാക്കി അവിടെ ഒന്നിച്ചു കൂടിയിരുന്ന് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ആ തെറ്റായ പഠിപ്പിക്കൽ സാത്താനിൽ നിന്ന് വന്നപ്പോൾ അത് ഏറ്റെടുക്കുവാൻ അവിടെ കുറച്ചു പേരുണ്ടായിരുന്നു. അതിനെ ദൈവം സത്യത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അത് ചെതറിപ്പോയി. എന്താ, അവരും പെന്തക്കോസ്തിലും അതേ ചിന്തയുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് അവരുടെ വസ്തുവകയെല്ലാം വിറ്റ് ഒന്നിച്ചു കൂടിയിരുന്ന് പോവുക എന്നുള്ള അവരുടെ പദ്ധതിയെ കർത്താവ് തന്നെ പൊളിച്ചെഴുതി. എങ്ങനെ? അവിടെ ശൗലെന്ന് പറയുന്ന ഒരുവൻ രംഗത്ത് വരികയും
സഭയ്ക്കെതിരെ വലിയ പീഡ അഴിച്ചുവിടുകയും ആ പീഡയിൽ അവിടുത്തെ അന്നത്തെ ആ ഒന്നിച്ചു കൂടിയിരുന്ന് ഒരു വലിയ പദ്ധതി തയ്യാറാക്കി മുൻപോട്ട് പോകണമെന്നുള്ള ആദിമ സഭയുടെ ആ തെറ്റായ ആശയത്തെ അവിടെ പരിശുദ്ധാത്മാവ് എതിർത്തിരുന്നു. അവരെ ചിഹ്നിച്ചു. അങ്ങനെ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇടങ്ങളിൽ പാർത്തു. അപ്പോസ്തലന്മാരൊഴികെ ബാക്കി മറ്റുള്ളവരെല്ലാം ചിതറിപ്പോയി എന്നാ പറയുന്നത്. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ചോദിച്ച ചോദ്യത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കിട്ടിയ വെളിപ്പാടാണ് ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമത്, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അതുപോലെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, യേശു പറഞ്ഞിട്ടുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നുവെങ്കിൽ ഞാന് പടപൊരുതാൻ വേണ്ടിയുള്ള പദ്ധതിയൊക്കെ ഇവിടെ തയ്യാറാക്കുമായിരുന്നു. അപ്പോ ഒരാത്മീയ രാജ്യത്തിന്റെ പണിയാണ് ഇവിടെ ദൈവമക്കൾ നടത്തുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ ഈ ലോകത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ എന്റെ രാജ്യം ഐഹികമല്ല. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് പാസ്റ്റർ ജോസ് വർഗീസ് മാഷ് പറഞ്ഞ വാക്യവും കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ്. 2 കൊരിന്ത്യർ 6:14, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത്. വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം പ്രകാശിക്കാൻ ഇരുട്ടിനോട് ചേർന്ന് നിന്ന് ഒരു കൂട്ടായ്മ നടത്തിയാൽ നന്നായിട്ട് പ്രകാശിക്കാമെന്നാണ് പാസ്റ്റർ ബാബു ചെറിയാൻ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് എന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലോകത്തിന്റെ വെളിച്ചമായ ദൈവമക്കൾ ഈ ലോകത്ത് പ്രകാശിക്കണമെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇരുളിനോട് ചേർന്ന് നിന്നല്ല പ്രവർത്തിക്കേണ്ടത്. കാരണം സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയില, ഇരുളിന്റെ പ്രവർത്തനത്തിൽ അത് മുഴുകിയിരിക്കുക. ആ ഇരുളിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്കുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരാകാതെ നിങ്ങളെ ലോകത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. ഇത് ആര് മനസ്സിലാക്കണം? ഇത് ഇവിടുത്തെ പെന്തക്കോസ്ത് പാസ്റ്റർമാര് മനസ്സിലാക്കണം. എന്നിട്ട് അത് വേണം ജനത്തെ പഠിപ്പിക്കാൻ. ഇത് മനസ്സിലാക്കാത്തവരെന്ത് പറയും? നമുക്ക് ഇവിടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇൻഖിലാബ് സിന്ദാബാദ്, ഈ ലോകത്ത് ഒരു വലിയ ഭരണം പടുത്തുയർത്താൻ വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നാ പറയുന്നത്. നമ്മൾ ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ട് കേട്ടോ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വ്യവസ്ഥയുണ്ട്. ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതെല്ലാം വ്യവസ്ഥയുണ്ട്. പക്ഷേ അവരോട് ചേർന്ന് ഇണയില്ലാപ്പിണ കൂടുവാൻ ഈ പെന്തക്കോസ്തുകാർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് ഇവര് പഠിപ്പിക്കുന്ന വിവാഹത്തോടുള്ള ബന്ധത്തിൽ മാത്രം അതിനെ ഒതുക്കി വെച്ചിരിക്കുക. പെന്തക്കോസ്തുകാർ ഒന്നാമത് അറിയണം, ഇത് വിവാഹത്തോടുള്ള ബന്ധത്തിൽ മാത്രം നമ്മൾ അനുകരിക്കേണ്ട ഒന്നല്ല. അങ്ങനെയുള്ള ചിന്ത വിവാഹത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ ഇണയില്ലാപ്പിണ കൂടാതിരിക്കാവൂ എന്നുള്ള പഠിപ്പിക്കൽ അവർ നടത്തുന്നുള്ളത് കൊണ്ടല്ലേ ബാബു പാസ്റ്റർ ആഹ്വാനം ചെയ്തു നമുക്ക് ഇലക്ഷന് നിൽക്കണം. ഇലക്ഷന് പെന്തക്കോസ്തുകാരന് നിർണായക ഘടകമാണ്. അങ്ങനെയുള്ള തെറ്റായ ഒരു ചിന്ത ജനങ്ങളിലേക്ക് അടത്തിവിടുമ്പോൾ യുവാക്കന്മാരെ എങ്ങോട്ടാ
വഴിതെളിക്കുക. നാളെ അവർ മറ്റ് മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യാനായിട്ട് പോകും. ഇതെല്ലാം വിശുദ്ധ ബൈബിളിന് വിരുദ്ധമാണ്. ഇതല്ല ബൈബിൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്കുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ ലോകത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് എന്നാണ് അവിടെ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നാണ്. ഫിലിപ്പർ 3:20 വായിക്കുമ്പോഴും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. 3:17 വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെ പിൻപറ്റണം. അപ്പൊ അപ്പോസ്തലന്മാർ ഇങ്ങനെ ഒരു മാതൃക കാണിച്ചു തന്നിട്ടില്ല. ഏത് മാതൃക? അവിടെ IPC ജനറൽ കൺവെൻഷനിൽ ബാബു ചെറിയാൻ പാസ്റ്റർ പ്രസംഗിച്ച ഒരു മാതൃക അപ്പോസ്തലന്മാർ കാണിച്ചു തന്നിട്ടില്ല. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെ നിങ്ങൾ കുറിക്കൊള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊരിക്കലും ഇലക്ഷനിൽ അവർ നിൽക്കുകയോ അല്ലെങ്കിൽ ആ ഇലക്ഷന് വേണ്ടി അവര് വളരെ യത്നിക്കുകയോ ചെയ്തില്ല. ഇഷ്ടമുള്ള ഒരാൾക്ക് പോയി വോട്ട് കൊടുക്കുക. മാന്യമെന്ന് നമുക്ക് തോന്നുന്ന ഏത് പാർട്ടി ആയിരുന്നാലും മാന്യമെന്ന് തോന്നുന്ന ഒരാൾക്ക് നമ്മൾ വോട്ട് കൊടുക്കുക എന്നുള്ളത് ഈ ലോകത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. സുവിശേഷം ഇവിടെ അറിയിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞാലും നമ്മൾ മരിക്കുന്നത് വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. അത് മറ്റൊരു വസ്തുത. അതിനെ തകർക്കുവാനായിട്ട് ഒരു ഗവൺമെന്റിനും കഴിയില്ല. കാരണം അത് അതിന്റെ വാതിൽ തുറന്നു തന്നത് കർത്താവാണ്. കർത്താവ് തുറന്നു തന്നാൽ കർത്താവ് അടയ്ക്കും. ആ സമയം വരെ സുവിശേഷം, നമുക്കറിയാം വടക്കേണ്ടിയിലൊക്കെ ഇത്രയും ഭീഷണി ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരുടെ സുവിശേഷം ഇട്ടിട്ട് ആരെങ്കിലും ഓടിപ്പോകുന്നുണ്ടോ? ആരെങ്കിലും ഓടി ഞങ്ങൾ ഇനിയോ സുവിശേഷം അറിയിക്കുകയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും അവിടെ അറിയിക്കുന്നില്ലെന്ന് പറയുന്നുണ്ടോ? അവർ ഉപദ്രവം ഏൽക്കുന്നു, പീഡ ഏൽക്കുന്നു, എന്നിട്ടും അവർ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയായതുകൊണ്ട് ഈ അധീനതയിൽ കിടക്കുന്ന ഭരണത്തിൽ കയറി ഇണയില്ലാ പിണ കൂടി ഒരു ഭരണം കാഴ്ചവെക്കാം, ഞങ്ങളുടെ ശക്തി തെളിയിക്കാം എന്നുള്ള ബാബു ചെറിയാൻ പാസ്റ്ററിന്റെ ചിന്ത അത് വെറും അർത്ഥശൂന്യമാണ്. അതിവിടെ നടക്കില്ല. കാരണം എന്താ? നടക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയമായിട്ടില്ല. ബൈബിൾ പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തെ നമ്മൾ ഭരിക്കും, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അന്ന് നമുക്ക് ഭരിക്കാൻ ആവശ്യമില്ലാതെ ചാടിക്കേറി ഈ ഭരണം നടത്താൻ ഒരു വൃഥാ ശ്രമം നടത്തുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സമയമുണ്ടെന്നേ. ദൈവമക്കൾക്ക് ഇവിടെ സമയമുണ്ട്. ദൈവമക്കൾ യെരൂശലേമിൽ കർത്താവായ യേശു രാജാതിരാജാവായി ഭരിക്കുമ്പോൾ ആ യേശുവിനോട് ചേർന്ന് ഇവിടെ ഭരണം നടത്തുവാൻ ദൈവമക്കൾക്ക് അവകാശമുണ്ട്. അത് ചാടിക്കേറി ഇപ്പോൾ തന്നെ ആരോ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു പെന്തക്കോസ്തുകാര് ഒരു വലിയ സംഘമാണ്, അവർക്ക് ചില ശക്തിയുണ്ട് എന്ന് ആരോ പറയുന്നത് കേട്ട് നമ്മളിവിടെ കിടന്നിളകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി അങ്ങ് ചെയ്താൽ മതി. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ ഇരുളിനോട് ചേർന്ന് നമുക്കിവിടെ ഭരണം നടത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നീതിയായിട്ടൊരു ഭരണം ആർക്കും സാധിക്കില്ല എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കാരണം നീതിയോട് ഒരു ഭരണം നടക്കും, അതൊരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ 1 യോഹന്നാൻ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 15-16 വാക്യം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം യേശുവിനെ രാജാവാക്കാൻ നോക്കി. യേശുവിന് വേണമെങ്കിൽ രാജാവാകായിരുന്നു. അവിടുന്ന് ഓടി മറഞ്ഞു. അപ്പോൾ യാക്കോബിന്റെ ലേഖനം ഒന്ന് ശ്രദ്ധിക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അപ്പൊ ലോകം ഭരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവരെ ബൈബിൾ വിളിക്കുന്ന പേര് വ്യഭിചാരിണികൾ എന്നാണ്. അതൊരു വ്യഭിചാരമാണെന്നാ പറയുന്നത്. ഇണയില്ലാപ്പിണ കൂടി അവിഹിത ബന്ധം കൂടി ഇവിടെ ഒരു ഭരണം നടത്തുന്നത് അതിന് ബൈബിൾ ഭാഷയിൽ വ്യഭിചാരം എന്നാ പറയുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ
ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. ലോകഭരണത്തിന് വേണ്ടി തയ്യാറെടുത്താൽ താമസിയാതെ നീ ദൈവത്തിന്റെ ശത്രുവാകും. സ്നേഹം ദൈവത്തോട് ലോകത്തെ പോലെ ആയിത്തീരുക. ലോകം ഭരിക്കുന്നു, ഞങ്ങളും കൂടെ ഭരിക്കാം. ബൈബിൾ റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എന്താ? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപം ആകരുത് എന്നാണ് ദൈവത്തിന്റെ മനസ്സരിവർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനകളായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിന്റെ ഹിതമെന്തെന്നറിയണം. ഗലാത്യർ 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എനിക്കോ പൗലോസ് പറയാ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞു വിടുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് എന്ന് പറഞ്ഞ കൂട്ടായ്മ വിട്ട്, ദൈവിക കൂട്ടായ്മ വിട്ട് പോയെന്ന് അതിന്റെ അർത്ഥം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ ലോകത്തിന് അനുരൂപമാകാതെ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകാൻ ശ്രമിക്കുക. ഇരുളുമായിട്ട് കൂട്ടായ്മ പാടില്ല. ഈ ലോകത്തെ ഭരിക്കുവാൻ, ദൈവമക്കൾക്ക് ഭരിക്കുവാൻ സമയമായിട്ടില്ല. ചാടിക്കേറി ഭരിക്കാൻ നോക്കുന്നത് അവിവേകമാണ്, അത് ദുരന്തമാണ്, നാളെ നാടൻ കടേണ്ടതായത് വരും എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം. നാം ചർച്ച ചെയ്തു വന്നിരുന്ന വിഷയത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ബ്രദർ ഗീവറീസിനോടാണ്. ദൈവവചനത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മള് ജനാധിപത്യ സംവിധാനത്തിനോ തെരഞ്ഞെടുക്കുന്ന വ്യവസ്ഥിതിക്കോ എതിരുള്ളവരല്ല. അത് രാജ്യവിരുദ്ധമായ ഒരു നിലപാടാണ്. ഇലക്ഷനും പിന്നെ ഇലക്ഷൻ വഴിയുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ ഓരോ രാജ്യത്തും രാജഭരണത്തിന്റെ കീഴിൽ നിന്നും അതുപോലെ തന്നെ ഏകാധിപത്യത്തിൽ നിന്നൊക്കെയും ഉണ്ടായ ഉണർവിന്റെ അല്ലെങ്കിൽ വിജയത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്കോ നമ്മൾ എതിരല്ല, നമ്മൾ രാജ്യത്തിന് എതിരുമല്ല. പക്ഷെ അതോടൊപ്പം നമ്മൾ തീരുമാനിക്കേണ്ടത്, വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുന്നവര് നമ്മുടെ അടിസ്ഥാന പ്രമാണമായി നമ്മളത് വിശ്വസിക്കുമ്പോൾ നമുക്കൊരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വോട്ടവകാശം വിനിയോഗിക്കാം, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാം, അതിന്റെ ഉൽപ്പന്നമായ രാജ്യ പുരോഗതിയുടെ ഭാഗമാകാം. അതേസമയം നമ്മള് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ആത്മീയ പൗരത്വമുള്ളവരാണ്. നമ്മുടെ സ്പിരിച്വൽ പൗരത്വം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ പൂർണ്ണമായി ഏതാണ്ട് മലിനസമായ ഒരു പ്രക്രിയക്കകത്ത് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ ഇല്ല എന്ന് മാത്രം പറയുന്ന ഒരു സ്ഥലത്ത് പെന്തക്കോസ്തുകാർ അതിനെ ഘോരഘോരം വളരെ അഭിമാന ബോധത്തോടെ അവരുടെ വേദികളിൽ നിന്ന് അതിനെ പ്രഘോഷിക്കുകയും അവര് നിലവിൽ അവരുടെ ലോക്കൽ ബോഡീസിൽ അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആളുകളുടെ എണ്ണത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് മലിനമായ, പൂർണ്ണമായും അശുദ്ധമായ ഒരു സംവിധാനമാണ് പൊളിറ്റിക്സ്. ആസച്ച് മലിനമാണെന്ന് നമ്മൾ പറയുന്നില്ല. സംവിധാനം നല്ലതാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഭരിക്കുക എന്ന് പറയുന്ന സംവിധാനം നല്ലതാണ്. എന്നാൽ ഇന്നത്തെ സംവിധാനത്തിൽ ഈ പറയുന്ന നന്മയൊന്നും ശേഷിച്ചിട്ടില്ല. ഒരു വരേണ്യവർഗം അല്ലെങ്കിൽ മസിൽ പവറും മണി പവറും ഒക്കെ ഉള്ള ഒരു വലിയ സമൂഹം ഇന്ന്, വലിയ കമ്പനികളാണ് ഇന്ന് രാജ്യങ്ങളെ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിപരമല്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി അങ്ങനെയുള്ളവരാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ശതകോടീശ്വരന്മാരായ അംബാനി, അദാനീസ്, ബിർള അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണക്രമം ദുരുപയോഗം ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി അതിലേക്ക് ധാരാളം പണം പമ്പ് ചെയ്യുന്നവരുടെ പിന്നിലുള്ള സാമ്പത്തിക ഉദ്ദേശങ്ങളും ഇന്ന് അവർക്ക് അനുകൂലമായി നിയമത്തെയും ചലിപ്പിക്കുകയും അവരുടെ ആ കാര്യത്തിനെ എതിർക്കുന്ന ജനതയെ അടിച്ചമർത്തുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്നത്തെ ജനാധിപത്യ സംവിധാനം അധപ്പതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്
ഒരു വീണ്ടും ജനിച്ച ഒരാൾക്ക് ഈ സംവിധാനത്തിൽ തുടരാൻ കഴിയില്ല. കാരണം അത് അശുദ്ധവും മ്ലേച്ഛവുമാണ് എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. ബൈബിൾ പറയുന്ന അശുദ്ധമായതൊന്നും തുടരുതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതുമായിട്ടൊരു ടച്ചിങ്, ഒരു കോണ്ടാക്ട്, ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സൂക്ഷിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഈ പെന്തക്കോസ്തുകാർ ആഹ്വാനം ചെയ്യുന്ന ഈ പൊളിറ്റിക്സിലേക്കുള്ള പ്രവേശനത്തെ എങ്ങനെയാണ് ഗീവറീസ് നോക്കി കാണുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് എന്നോട് ചോദിച്ചത്. കാരണം ബെന്തിക്കോസുകാർക്ക് ഈ എലക്ഷനിൽ നിൽക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എലക്ഷനുമായിട്ട് അവർക്ക് ചേർന്ന് പോകാം എന്നല്ലേ ജോസഫ് ഉദ്ദേശിച്ചത്? അത് ശരിയാണോ ഇല്ലയോ? അപ്പോ നമ്മൾ ബെന്തിക്കോസുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു വിഭാഗങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ തന്നെ, അതായത് കത്തോലിക്ക മുതൽ CSI വരെയുള്ള സഭകൾ വെച്ച് നമ്മൾ ബെന്തിക്കോസുകാരെ താരതമ്യം ചെയ്യുമ്പോൾ ഇവർ ആത്മീയത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നവരും അവരുടെ വിശ്വാസങ്ങളെ എല്ലാം അതായത് അതുപോലെ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കാത്തവരും, അതുപോലെ തന്നെ അവരുടെ വിശ്വാസം തെറ്റാണെന്ന് പഠിപ്പിക്കുകയും അവർക്കെതിരെ പ്രൊട്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും എന്നും എതിർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ബെന്തിക്കോസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാലങ്ങളിൽ അവർക്ക് ഒരു വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷനൊക്കെ നിൽക്കണം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ അവരുടെ ഇടയിൽ ഉണ്ടായത് കൊണ്ടാവാം ഇപ്പോൾ അവർക്കൊരു ഇലക്ഷൻ വേണം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടായി കാണും. കാരണം UP യിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ വിശ്വാസികൾ ക്രൂരമായി വേദനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്നു ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് തോന്നുന്നു അവർക്കിടയിൽ ഒരു രാഷ്ട്രീയ സംഗമം വേണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം അവർക്ക് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ടാവും. അതിന്റെ അനന്തര ഫലമായിരിക്കാം അവർക്ക് ഒരു എലക്ഷനും കാര്യങ്ങളും വേണമെന്ന് ബാബു ചെറിയാൻ, അതായത് ബാബു ചെറിയാൻ എന്ന് പറയുന്ന പാസ്റ്ററെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം IPCയുടെ ഒരു മുതിർന്ന ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാകാം അവരിത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആത്മീയപരമായി നോക്കുമ്പോൾ ആ നിലനിൽപ്പ് ശരിയാണോ എന്നുള്ള കാര്യം എനിക്ക് മുമ്പിൽ വിശദീകരിച്ച പലരും പറഞ്ഞു, ലോകത്തിന് അനുരൂപമാകരുത്, ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് കടന്നു പോകണമെന്ന് പല ആളുകളും എനിക്ക് മുമ്പ് സംസാരിച്ച ജോയ് പാസ്റ്ററും അതുപോലെ തന്നെ വിൽസൺ ബ്രദറും ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആത്മീയത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. എങ്കിലും എനിക്ക് പറയുവാനുള്ളത്, ഈ പറയുന്ന ഈ IPC സഭകളെ കുറിച്ച് നമ്മൾ പ്രധാനമായും ചിന്തിക്കുമ്പോൾ IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, AG അങ്ങനെ മുതലായ ഒത്തിരി സഭകളുണ്ട്, TPM എല്ലാം കൂടെ കൂടിയതല്ലേ ബെന്തിക്കോസ് എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. ഞാൻ 6 മാസം മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു എൻ്റെ യൂട്യൂബില്. അപ്പൊ അതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്, ഇതിനിടയിലൊന്നും ഒരു ഐക്യം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഐക്യമില്ലാതെയാണ് ഇവരൊരു എലക്ഷന് മുന്നിട്ട് ഇറങ്ങുന്നത്. ഒന്നാമത്തെ കാര്യം, സ്വതന്ത്ര സഭ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പോയവർ തന്നെയാണ് ഈ സ്വതന്ത്ര സഭയും നിയന്ത്രിക്കുന്നത്, അല്ലെ? ഇൻഡിപെൻഡന്റ് പോലെയുള്ള ചർച്ചകളെല്ലാം നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കുമ്പനാട് നടന്ന പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഈ പ്രാവശ്യം കൺവെൻഷനുകൾ നടന്നു, ആളുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസ് നിലമ്പൂരൊക്കെ മുമ്പോട്ട് വരികയും അതുപോലെ തന്നെ പല പാസ്റ്റർമാർ, പക്ഷെ പാസ്റ്റർ ഷമീർ കൊല്ലം, ഇവരൊക്കെ അവരുടെ തെറ്റുകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഒരു ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് ചേർന്നതാണോ ഈ പറയുന്ന ഇലക്ഷനും കാര്യങ്ങളും, അല്ലെ ലോകത്തിന് അനുരൂപമായി ജീവിക്കരുത് എന്ന് പറയുകയും അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, ലോകത്തിലെ ഒരു കാര്യങ്ങളിൽ അവര് പങ്കെടുക്കുന്നില്ല, അങ്ങനെ ഒരു കാര്യങ്ങളിലും അവര് അകന്നു നിൽക്കുകയാണ്. കാരണം ആഭരണങ്ങൾ യൂസ് ചെയ്യുന്നില്ല, വെള്ള ഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകമായ അവരുടെ ചില നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്നവരാണ് ബെന്തിക്കോസ് വിശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ബെന്തിക്കോസ് വിശ്വാസത്തിന് ഒരു ഇടച്ചൽ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിലായി അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു അറിവ് അവർക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്.
കാരണം അവര് ഓർത്തഡോക്സുകാരുടെയും കത്തോലിക്സിന്റെയും നിക്കിയ എടുത്തത് മുതലാണ് അവരുടെ തകർച്ച അവിടെ വെച്ച് അവർക്ക് ആരംഭിച്ചു തുടങ്ങി എന്നുള്ളതാണ്. കാരണം അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണെന്നുള്ള കാര്യം പാസ്റ്റർ ഷിബു പീഡിയക്കൽ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഇതിൽ നിന്ന് പോവുകയും അദ്ദേഹം ഓർത്തഡോക്സിൽ പോയി ചേരുകയൊക്കെ ചെയ്തായിരുന്നു. ആ സമയത്ത് അവരുടെ വിശ്വാസമൊക്കെ ചില തകർന്ന് തരിപ്പണമാവുകയും ചില ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം പോയപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ദൈവത്തെക്കുറിച്ച് ഏക ദൈവത്തെക്കുറിച്ച് അറിയാതെ നൈസിൻ ക്രീഡ് ഉപയോഗിക്കുകയും, അതായത് എനിക്ക് തോന്നുന്നു പാസ്റ്റർ സാംകുട്ടി പാസ്റ്റർ പോലുള്ളവര് നിക്കിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് വീഡിയോ ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഇടയിൽ സംഭവിച്ചു. കാരണം അവർക്ക് ആത്മീയമായിട്ട് ഒത്തിരി മൂല്യച്യുതി വന്നു എന്നതിനെ കുറിച്ച് നമ്മളെല്ലാം കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ അന്യഭാഷയുടെ പ്രശ്നം. അന്യഭാഷ എനിക്ക് തോന്നുന്നു ഒരു ജയിലിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി ആ അന്യഭാഷ ഉപയോഗിക്കുകയും അങ്ങനെ എല്ലാം ചെയ്യുകയും ചെയ്ത ഒരു പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായി. അവർക്ക് അതുകൊണ്ട് അന്യഭാഷ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അന്യഭാഷയുടെ സത്യമല്ല എന്ന് പോലും അവിടെ തെളിയുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ എന്ത് ദർശനമാണ് അവർ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പ്രധാനമായും ചിന്തിക്കുമ്പോൾ അദ്ദേഹം സ്വർഗരാജ്യത്തിന്റെ ദർശനങ്ങളെ കുറിച്ചാണ്, അതായത് എന്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഈ ലോകത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരെ എല്ലാം എടുക്കുകയാണെങ്കിൽ തന്നെ അവർ ഈ രാജ്യത്തിന്റെ ഇംഗിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഇംഗിതത്തിന് വേണ്ടി അവർ ജീവിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരൊക്കെ സ്വയം പേരെടുക്കപ്പെട്ട അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ സ്വയം ദൈവദാസന്മാരെന്ന് അനുമാനിക്കുന്നവർ ഇങ്ങനെയുള്ള ദർശനങ്ങളാണോ ഇവർക്ക് ലഭിക്കുന്നത്? ഇവർക്ക് ദർശനം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. ഇവർക്ക് ഇതാണോ സ്വർഗീയ ദർശനങ്ങൾ ലഭിക്കേണ്ടവർ? ഇപ്പോൾ പറയുന്നു ലോക ദർശനങ്ങളിലേക്ക് ഇവർ ഓടിപ്പോകുന്നു എന്നുള്ളതാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞ പല കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കപടഭക്തികൾ മാത്രമല്ലേ പെന്തിക്കോസ് വിശ്വാസത്തിന്റെ തകർച്ചയ്ക്ക് കാരണം? അവരുടെ നമ്പർ 1 കപടഭക്തി എന്നുള്ളതാണ്. പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. പെന്തിക്കോസ് സംഘടനകൾ ഇൻഡിപെൻഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിഭാഗങ്ങളും ഇപ്പോൾ പണം ഉണ്ടാക്കുന്നതിലുള്ള അവരുടെ ആ ഒരു അവരുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവർക്ക് അതിലുള്ള തൃപ്തി അവർക്ക് അടയാതെ അവര് എല്ലാ ദിവസവും ഇവര് ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് അതിന്റെ മറവിൽ പണം ഉണ്ടാക്കുക, ദശാംശം എന്ന പേരും പിരിവും എടുത്തുകൊണ്ട് അതിന്റെ മറവിൽ കാശുണ്ടാക്കി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന അല്ലെങ്കിൽ ആ സഭയിൽ വരുന്ന വിശ്വാസികളെയും പറ്റിച്ചുകൊണ്ട് അവർ സ്വയമായി അവിടുത്തെ പാസ്റ്റർ നന്നായി പ്രസംഗിക്കാനും വൈഭവമുള്ളവനായ ആളായിരിക്കും ചിലപ്പോൾ. അപ്പൊ ആ പാസ്റ്റർ ഈ വൈഭവത്തിലൂടെ ആളുകളെ പിടിച്ചെടുക്കുകയും അവരുടെ കയ്യിലുള്ള പണങ്ങൾ അപഹരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമായി പെന്തിക്കോസിന്റെ ഒരു ഭാഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഇടങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പാസ്റ്റർ നിലമ്പൂർ പോലെയുള്ളവർ അതിനുവേണ്ടി ശക്തമായി വീഡിയോകൾ ഈ ഇടകളിലൊക്കെ ചെയ്തു. അദ്ദേഹം പറയുന്നു കുമ്പനാട് പോയി നാളെ കതിർമേശ എടുക്കരുതെന്നൊക്കെ അദ്ദേഹം ഇന്നത്തെ ലൈവിൽ വന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ അത്രമാത്രം അതമ്പതിച്ചു പോയി ബന്ധിക്കോസുകാരെന്ന് പറയുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകേണ്ടവർ ഇതാ ഇരുട്ടിന് കാവലാളാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് മുമ്പ് പറഞ്ഞ ജോയ് പാസ്റ്റർ പറഞ്ഞതുപോലെ വലിയൊരു ആപത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പോലും അറിയാതെ അവർ വലിയൊരു ആപത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ അധീനപ്പെടരുത് എന്ന് പറയുമ്പോൾ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, മർക്കോസിന്റെ ലേഖനത്തില് 16-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദർശനം അതായിരിക്കണം. ഒരു വിശ്വാസിക്ക് വേണ്ട അല്ലെങ്കിൽ ബോൺ അഗെയിൻ അല്ലെങ്കിൽ രണ്ടാമത് ജനിച്ചിരിക്കുന്ന വിശ്വാസിക്ക് വേണ്ട ദർശനം അതായിരിക്കണം. ലോകമെങ്ങും പോയി സാക്ഷിയാകുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഇലക്ഷന് ഈ ലോകത്തിന്റെ ചിന്തകളുമായി ഓടി നടക്കുവാനല്ല ഓരോ വിശ്വാസിയോടും ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, ദൈവത്തിന്റെ നിയമം അങ്ങനെ പറയുന്നില്ല.
കാരണം നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധം അവർക്ക് ആദ്യം തന്നെ ഉണ്ടാകണം. അവർക്ക് ആ ബോധം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം പിൻതലമുറകൾ പലതും, അതായത് എനിക്ക് തോന്നുന്നു 4-ാം തലമുറ 5-ാം തലമുറയിലുള്ളവർ പോലും ഇന്ന് പെന്തിക്കോസ്ത് വിഭാഗം വിട്ടുകൊണ്ടിരിക്കുന്നു. കാരണം അവിടെ ദുരുപദേശമാണ്, അവിടുത്തെ വിശ്വാസം കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇന്ന് വിട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഈ ഇലക്ഷന് വേണ്ടി നിൽക്കുമ്പോൾ ഏത് അപ്പോസ്തലനാണ് ഇലക്ഷനെ പ്രേരിപ്പിച്ചത്? ഈ ലോകത്തുള്ള ഇലക്ഷൻ, അതായത് അവരുടെ ഇടയിൽ തന്നെ പാസ്റ്റർമാരെ തിരഞ്ഞെടുക്കാനും അവരുടെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഏറ്റെടുക്കാനും വേണ്ടി അവർ ഇലക്ഷനുകൾ നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു വാസ്തവം തന്നെയാണ്. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യമല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിന് അനുരൂപമാകരുതെന്ന് പറഞ്ഞിട്ട് അവർ അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമായ കാര്യങ്ങൾ തന്നെയാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നെന്നുള്ളതാണ് എനിക്ക് ഈ തരുണത്തിൽ ഓർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അവർ മാറിയില്ലെങ്കിൽ അവർ കടുത്ത ഫലമായ ഒരു അപകടത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ആയെന്ന് കരുതുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ കൂടി ബ്രദർ കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ ഇനി ഒരു ഫർദർ ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല. കാരണം എലക്ഷൻ സ്വന്തം സഭയ്ക്കകത്ത് എലക്ഷൻ നടത്തുകയും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവരുടെ ഭരണം പിടിക്കാൻ വേണ്ടി തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് ഓഹരി കൊടുത്ത് ഒരു ഓഹരി 2 ഓഹരിയൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ടി വോട്ടുകാരെ സൃഷ്ടിക്കുന്നത് പോലെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് വോട്ട് മേടിച്ച് ആ വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊമ്പനാട് കൺവെൻഷനിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വത്സൻ എബ്രഹാമൊക്കെ നടത്തിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അത്രയും കളിച്ച് വിജയം വരിക്കാൻ കഴിയുന്നവർക്ക് വെളിയിലിറങ്ങി കുറച്ചുകൂടെ വരുമാനമുള്ള മേഖലയിൽ കളിക്കുന്നതിന് ഒരു പ്രയാസമില്ലെന്ന് തോന്നുന്നു. കാരണം തിന്മ ചെയ്ത് ആ തിന്മയിൽ നടക്കുന്നവർക്ക് നമുക്കറിയാലോ, ചീഞ്ഞ സാഹചര്യത്തില് വളരെ മോശമായ വൃത്തികെട്ട സാഹചര്യത്തില് കഴിയുന്നവർക്ക് തങ്ങളുടെ സാഹചര്യം എത്രമാത്രം മോശമാണെന്ന് അറിയാൻ കഴിയില്ല. ഉദാഹരണത്തിന് നമ്മൾ ഈ ഉണക്കമീൻ കടയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചു, അവരുടെ മൂക്ക് ആ മീനിന്റെ മണമായിട്ട് സെറ്റ് ആവും. അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലായിരിക്കും അവർക്ക് ആ ഒരു ഫീലിംഗ് ഇല്ലാത്തത്, ഒരു എന്തോ ഒരു അസ്വാഭാവികമായ ഫീലിംഗ് ഉണ്ടാകുന്നത് അവിടെയായിരിക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ട് നോക്കും, ഞാനൊരു എന്താ പറയുക, ഒരു എയർ കണ്ടീഷൻ പ്ലാന്റിൽ ഞാൻ അതിന്റെ മീറ്റർ റീഡിങ്ങിന് ഓരോ മണിക്കൂറിൽ ലോഗിൻ എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ഞാൻ അവിടെ കിടക്കുമ്പോൾ ഈ മെഷീന്റെ സൗണ്ട് കേട്ട് എനിക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറക്കം പറ്റത്തില്ല. കാരണം എനിക്ക് ഈ സൗണ്ട് ഇല്ലെങ്കിൽ എന്തോ ഒരു ഹൗളിംഗ് സൗണ്ട് ഇങ്ങനെ ചെവിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം എന്റെ ശ്രവണം ഈ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. എന്ന് പറഞ്ഞതുപോലെ മലിനമായ ഒരു സൊസൈറ്റിക്കകത്ത് വചനമില്ലാതെ എല്ലാവിധ പ്രവർത്തനങ്ങളും മോശമല്ല എന്ന് പഠിപ്പിക്കുകയും ഞായറാഴ്ച മാത്രം അത് മോശമാണെന്ന് വന്ന് കേൾക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് അത്ര ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൽ ഒരു കുറ്റബോധത്തിന്റെയും ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം 10 മണി ആയതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് പെന്തക്കോസ്തുകാരെ വീണ്ടും ജനിച്ചവരായ ആളുകളോട്, ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും പെന്തക്കോസ്റ്റൽ സഭയുടെ ഭാഗമായിരിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ബൈബിളിന്റെ വെളിച്ചത്തിലുള്ള സത്യത്തിലേക്ക് മടങ്ങുക. പൊളിറ്റിക്സ് ഒരു വിശ്വാസിക്ക് ചേർന്ന വഴിയല്ല. കാരണം ആ മാർഗം നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നത് തിന്മ ചെയ്യാനുള്ള വാസനകളിലേക്കും തിന്മ മുഖാന്തരം ലഭിക്കുന്ന ഭൗതിക നന്മകളിലേക്കുമാണ്. അത് നിങ്ങൾക്ക് കുടുക്കും കെണിയും ആകാതിരിക്കേണ്ടതിന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ, ഭരണപരമായ, സാമൂഹികമായ പേരോ പെരുമയോ ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ദയവായി പോകരുത്. നിങ്ങളുടെ സഭകളിലുള്ള ആളുകൾ അത്തരം സാഹചര്യങ്ങളെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് ചോദ്യം ചെയ്യുകയും അതിന് എതിരെ നിൽക്കണമെന്നും നമ്മുടെ പ്രത്യാശ ഈ ലോകത്തല്ല എന്നും നിങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ശനിയാഴ്ച വീണ്ടും വരും വരെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.